ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐവിൽ നോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് തീക്ക് വെള്ളം ദാഹിച്ചിട്ട് വയ്യെന്ന് പറയുന്നതും അവരവരെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവന് കഴിക്കാൻ കൊടുക്കുന്നതും വരെയാണ്. ആ സീനോടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ രാവിലെ ആയതുപോലെയാണ് കാണിക്കുന്നത്. രാവിലെ ആണെങ്കിൽ തീ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും അവിടെ മറ്റാരും ഇല്ല, അവൻ മാത്രം ആ റൂഫ് ടോപ്പിൽ ഒറ്റയ്ക്ക്. തീക്കാണെങ്കിൽ നോയി ഇങ്ങനെ വീണ്ടും അവനിവിടെ ഒറ്റക്കിട്ടിട്ട് പോയെന്നുള്ള നല്ല ദേഷ്യമുണ്ട്. അവൻ വീട്ടിൽ ചെന്ന് കുളിക്കുന്ന സമയം പറയാണ്, ഇന്നലെ അവൻ എന്നെ ആ ടെമ്പിളിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. ഇന്ന് ആ സ്കൂളിലെ റൂഫ് ടോപ്പിൽ ഇവനെ ഞാൻ എന്ന് കണ്ടാലും ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്നകപ്പെടുമെന്ന്. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ടാണെങ്കിൽ ഇവനോടുള്ള ദേഷ്യമെല്ലാം ഒരു പില്ലോ എടുത്ത് അടിച്ചാണ് തീർക്കുന്നത്. അടിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ അവൻ്റെ കൈ ഭിത്തിയിലിരിക്കുന്നുമുണ്ട്. ഈ സമയം അവന് ടിമ്മാൻറ്റി വിളിക്കുന്നു. ടിമ്മാൻറ്റിയുടെ കോൾ അവ അറ്റൻഡ് ചെയ്ത ഉടനെ ടിമ്മാൻറ്റി ചോദിക്കുകയാണ്, ഇന്ന് നീ ട്യൂഷൻ എടുക്കാനായിട്ട് വരുമോ എന്ന്. അപ്പം തീ പറയുന്നു, ഇന്ന് എന്തായാലും വരും. ഇന്നലെ വരാതിരുന്നത് ഞാനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി, അതാണ് വരാതിരുന്നത്. പിന്നെ എനിക്ക് ആൻറ്റിയോടൊരു കാര്യം പറയാനുണ്ട്, നിറ്റ്നോഹിയെ പറ്റിയാണ്. ഞാൻ നിറ്റ്നോഹിയെ ഇന്നലെ വൈകിട്ട് ഒരു പയ്യനൊപ്പം കണ്ടായിരുന്നു എന്ന്. അപ്പം ആൻറ്റി പറയുന്നു, നീ കണ്ടത് അവളെ ഏതെങ്കിലും മെയിൽ ഫ്രണ്ടിനെ ആയിരിക്കും, അവൾക്ക് ഒരുപാട് മെയിൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന്. അപ്പോൾ തീ പറയുന്നു, അങ്ങനെ അല്ല ആൻറ്റി, അവന് കുറച്ചുകൂടെ ഏജ് ഉള്ള ഒരു ചെറുക്കനാണത്. അതുമാത്രമല്ല അവ അത്ര നല്ലതൊന്നും അല്ലെന്ന്. പിന്നെ ഇന്ന് രാവിലെയല്ലേ നോഹി വീട്ടിലെത്തിയെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി പറയുന്നു, അല്ല, അവൾ ഇന്നലെ രാത്രി തന്നെ ഒരു 9-10 മണിയായപ്പോൾ അവളെ ചേട്ടനൊപ്പമാണ് വീട്ടിലേക്ക് വന്നേന്ന്. എന്നിട്ട് ആൻറ്റി പറയുന്നത്, എന്തായാലും താൻ ഈവനിങ് റെസ്റ്റോറൻറ്റിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി കോള് കട്ട് ചെയ്യുന്നു. കോള് കട്ട് ചെയ്തതിന് ശേഷം തീ പറയണു, ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി. അപ്പം നോയി ആയിരിക്കും ആരെങ്കിലും കൊണ്ട് ആ ഡോർ ലോക്ക് ചെയ്യിപ്പിച്ചത്. കാരണം ഞാൻ ഒരുപാട് പേരോട് ഹെൽപ്പ് ചോദിച്ചു, ആ സമയത്തൊന്നും അവരാരോട് ഹെൽപ്പ് ചോദിച്ചതുമില്ല, അതുപോലെ എന്നെ രക്ഷിക്കാനായിട്ട് അവിടെ ആരും വന്നതുമില്ല. പിന്നെ ഞാൻ ഉറങ്ങിയതിന് ശേഷം അവരാരോടെ പറഞ്ഞ് ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു എന്ന്. തീക്കാണെങ്കിൽ നോയി അവനെ വീണ്ടും ഫൂളാക്കിയതാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവൻ വീണ്ടും ആ പില്ലോ എടുത്തിട്ട് അടിയോടടി അടിക്കുകയാണ്. അതിനുശേഷം ഈവനിങ് അവൻ ടിമ്മാൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവൻ പോകുന്ന വഴി പറയണേ, എനിക്കിന്ന് എന്തായാലും അറിയണം ഞാൻ ആരെയാണ് പഠിപ്പിക്കേണ്ടതെന്ന്. അത് നോഹിയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന്. തീ ടിമ്മാൻറ്റിയുടെ വീട്ടിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ആൻറ്റി വന്നിട്ട് പറയുന്നു, മുകളിൽ വെച്ച് ട്യൂഷൻ എടുക്കാം, അങ്ങോട്ട് പോവാന്ന്. എന്നിട്ട് അവന് റൂം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആൻറ്റി പോകാനായിട്ട് നടക്കുന്ന സമയത്ത് തീ ചോദിക്കുന്നു, അല്ല ആൻറ്റി, ആൻറ്റിക്ക് എത്ര മക്കളുണ്ടെന്ന്. അപ്പോൾ ആൻറ്റി പറയുന്നു, എനിക്ക് 2 മക്കളുണ്ട്. എന്തായാലും നീ ട്യൂഷൻ എടുക്കുക, ഞാൻ താഴെ കാണുമെന്ന്. ആൻറ്റി പറയുന്നത് കേട്ടിട്ട് അവന് മനസ്സിലാവുന്നു അവൻ തെറ്റിദ്ധരിച്ചതാണ്. നോഹിയുടെ ചേട്ടനാണ് നോയി, അതുപോലെ അവൻ പഠിപ്പിക്കേണ്ടത് നോഹിയല്ല നോയിയാണെന്ന്. അങ്ങനെ അവൻ പേടിച്ച് നോയിയുടെ റൂമിലേക്ക് കയറുന്നുണ്ട്. നോയി അവനെ കണ്ടുടനെ വനലപ്പ എന്നാണ് വിളിക്കുന്നത്. നോയി ഇങ്ങനെയാണ് തീയുടെ റിയൽ നെയിം വിളിക്കാറേ ഇല്ല, ഏതെങ്കിലും പേരായിരിക്കും അവനെ കാണുമ്പോഴത്തേക്കും വിളിക്കുന്നത്. തീയാണെങ്കിൽ പേടിച്ച് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നോയ് ഒരു പില്ലോ എടുത്ത് അവനെ പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അല്ല, നീ ഇവിടെ ഇങ്ങനെ നിൽക്കാനാണോ വന്നത് ഇവിടേക്ക്, അതോ നീ എന്നെ പഠിപ്പിക്കാനാണോ വന്നേന്ന്. അപ്പോൾ തീ പറയുന്നു, അല്ല, ഞാൻ പഠിപ്പിക്കാനായിട്ട് വന്നേണ്, എൻ്റെ പേര് തീ എന്നാണെന്ന്. തീയുടെ പേര് കേട്ടിട്ട് നോയ് ചോദിക്കുന്നു, നിൻ്റെ പേരെന്ത് ബോറാണടാ എന്ന്. അപ്പോൾ തീ പറയുന്നു, കുറച്ചുകൂടെ നല്ലൊരു സംസാരിച്ചാൽ നല്ലതായിരിക്കും, കാരണം ഞാൻ നിന്നേക്കാൾ മുതിർന്ന ഒരാളല്ലേ എന്ന്. തീ പറയണ കേട്ടിട്ട് നോയ് അവിടെ നിന്ന് പെട്ടെന്ന് എണീക്കുകയാണ്. എന്നിട്ട് തീയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതേ ഫോഴ്സിൽ താഴേക്കും പോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് തീ നോയോട് ചോദിക്കുന്നു, അല്ല നോയ്, നീ എങ്ങോട്ട് പോകുന്നെന്ന്. തീ പറയുന്നതൊന്നും നോയ് കേൾക്കാത്ത രീതിയിലാണ് പോകുന്നത് താഴേക്ക്. നോയ് പോയതിന് ശേഷം തീയാണെങ്കിൽ നോയുടെ റൂമിലേക്ക് കയറി പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ മുഴുവൻ പഴയകാല സിനിമയുടെ ചിത്രങ്ങൾ, അതുപോലെ പഴയ കാലത്തുള്ള കുറേ സാധനങ്ങളുമാണ് ഉള്ളത്. തീ അങ്ങനെ റൂമിലേക്ക് നോക്കി പോകുന്ന സമയത്ത് ഒരു സാധനം കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നോയ്ക്ക് അവ ഒരു കയറും അതേണൊക്കെ ഒരു മുത്തൊക്കെ ഉള്ള ഒരു സാധനം കൊടുത്തില്ലേ, അത് കാണുന്നു. അപ്പം അത് പോയി എടുക്കാമെന്ന് പറഞ്ഞ് അതിന് അടുത്തെത്തുന്ന സമയത്ത് അവിടേക്ക് നോയ് വരുന്നു. ഇത് കണ്ടിട്ട് അവൻ പെട്ടെന്ന് ആക്ട് ചെയ്യണ്, ജനാല തുറക്കുന്നത് പോലെ. എന്നിട്ട് അവൻ പറയുന്നു, ജനാല തുറന്നിടാന്ന് വിചാരിച്ച് അതാകുമ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റ് കിട്ടുമല്ലോ എന്ന്.
തീ പറഞ്ഞതിനൊക്കെ ശേഷം നോയ് ചോദിക്കുന്നു, അല്ല നീ എത്ര സമയം എന്നെ പഠിപ്പിക്കുമെന്ന്. അപ്പോൾ തീ പറയുന്നു 2 മണിക്കൂർ, പിന്നെ നിനക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫർ തരാം, ഞാൻ 1 മണിക്കൂറേ നിന്നെ പഠിപ്പിക്കത്തുള്ളെന്ന്. അപ്പോൾ തീ പറയണ കേട്ടിട്ട് അവൻ പറയുന്നു, ഓ അപ്പം നിനക്ക് ഇത് നല്ല ലാഭമായിരിക്കുമല്ലോ, കാരണം നീ 2 മണിക്കൂറുള്ള ക്ലാസ് 1 മണിക്കൂറല്ലേ എടുക്കുന്നുള്ളെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് നോയ് പറയുന്നു, അയ്യോ അയ്യോ അങ്ങനെയൊന്നും അല്ല, നിനക്ക് ഞാൻ 2 മണിക്കൂർ തന്നെ ക്ലാസ് എടുത്ത് തരാമെന്ന്. എന്നിട്ട് അവൻ പറയുന്നു, ആ ശരി, ഇനി എന്തായാലും താമസിപ്പിക്കേണ്ട, നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം. പിന്നെ ഞാൻ നിന്റെ സബ്ജക്റ്റുകളൊന്നും അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല, എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് നോക്കാം, ഞാൻ പിന്നെ നിനക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ നല്ലതായിട്ട് പറഞ്ഞു തരാമെന്ന്. അപ്പം നോയ് ഇത് കേട്ടിട്ട് പറയുന്നു, എനിക്ക് നീ മറ്റൊന്നും പറഞ്ഞു തരണ്ട, എനിക്ക് പാമ്പിനെ പറ്റി പറഞ്ഞു തന്നാൽ മതി, അവൾക്ക് എന്ത് ഇഷ്ടമാണ് അതുപോലെ അവൾക്ക് എന്ത് ഇഷ്ടമല്ല, പിന്നെ അവൾ എന്തൊക്കെ പഠിക്കുന്നു അതെല്ലാം എനിക്ക് പഠിച്ചാൽ മതിയെന്ന്. അപ്പം നോയ് പറയുന്നത് കേട്ടിട്ട് തീ ചോദിക്കുന്നു, അതിന് നീയും പാമ്പും പഠിക്കുന്നത് തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു ദേഷ്യത്തോടെ, അതിന് പഠിക്കുന്നതിന് ഒരു ലിമിറ്റും ഇല്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള എന്തും നമുക്ക് പഠിക്കാം, അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളതേ പഠിക്കോളെന്ന് പറഞ്ഞിട്ട് നോയ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൻ്റെ പിന്നാലെ തന്നെ തീയും താഴേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നിൻ്റെ അമ്മ പറയില്ലേ ഇന്ന് ഞാൻ നിന്നെ ഒന്നും പഠിപ്പിച്ചില്ലെന്ന്, അതുപോലെ നിനക്ക് ഞാൻ പഠിപ്പിക്കേണ്ടതെന്നാണെങ്കിൽ നീ നിൻ്റെ അമ്മയോടത് പറ, ഞാൻ നിൻ്റെ അമ്മ തന്ന പൈസ എന്തായാലും അങ്ങ് റിട്ടേൺ ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നോയ് ആണെങ്കിൽ ദേഷ്യത്തിൽ തീയുടെ ടീഷർട്ട് പിടിച്ചിട്ട് അവനവിടെ നിന്ന് വലിച്ചുകൊണ്ട് ടിമ്മാൻറ്റിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആൻറ്റിയോട് അവൻ പറയണ്, അമ്മ ഇയാൾ എന്നെ പഠിപ്പിക്കുന്നത് നിർത്തിയിട്ട് പോകുന്നെന്നാണ് പറയുന്നതെന്ന്. അപ്പം നോയ് പറയുന്നതൊക്കെ കേട്ടിട്ട് നോഹി അമ്മയോട് പറയാണ്, അമ്മ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. അപ്പം തീ പറയാണ്, ആൻറ്റി എനിക്ക് തോന്നുന്നു ഞാൻ നോയെ പഠിപ്പിക്കാൻ പറ്റിയൊരു ട്യൂട്ടർ അല്ലെന്ന്. തീ പറയണ കേട്ടിട്ട് ആൻറ്റി പറയുന്നു, അതൊന്നും സാരമില്ല, എനിക്ക് മനസ്സിലായെന്ന്. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ആൻറ്റി തന്ന പൈസ റിട്ടേൺ ചെയ്ത് തരാമെന്ന്. അപ്പോഴത്തേക്ക് ആൻറ്റി പറയാം, അയ്യോ അങ്ങനെയൊന്നും വേണ്ട, കാരണം നീ അവനെ പഠിപ്പിക്കാനായിട്ട് വന്ന് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ആ പൈസ നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, പിന്നെ നിനക്ക് എന്ത് കഴിക്കാൻ വേണമെന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു, എനിക്കൊന്നും കഴിക്കാൻ വേണ്ട, എനിക്ക് വിശപ്പില്ലെന്ന്. അപ്പോൾ ആൻറ്റി പറയുന്നു, എന്നാൽ ശരി നോയ്, നീ അവനെ കൊണ്ടുപോയി വീട്ടിലാക്കുന്നു. അപ്പം നോയ് ഇത് കേട്ട് ചോദിക്കുന്നു, അമ്മ എന്തോന്ന് പറയുന്നേന്ന്. അപ്പോൾ തീ പറയുന്നു, വേണ്ട ആൻറ്റി, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന്. ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് നോയ് ആണെങ്കിൽ തീ അവിടെ നിന്ന് വലിച്ചെടുത്തോണ്ട് പോവേന്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുന്നു, എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് തീ പറയുന്നു, വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഞാൻ നടന്ന് പൊയ്ക്കോളാന്ന്. അപ്പോൾ അവൻ പറയും, വേണ്ട നീ മര്യാദയ്ക്ക് ബൈക്കിൽ കയറാം. അങ്ങനെ അവൻ നിർബന്ധിക്കുന്നത് കൊണ്ട് ആ ബൈക്ക് കയറുന്നുണ്ട്. എന്നിട്ട് തീ ചോദിക്കുകയാണ്, അല്ല നിൻ്റെ കയ്യിൽ ഹെൽമറ്റ് ഇല്ലേന്ന്. അപ്പോൾ നോയ് ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് തീ പറയുന്നു, ഹെൽമറ്റ് ഇല്ലെങ്കിൽ ഞാൻ ഈ ബൈക്കിൽ വരില്ലെന്ന്. അതിനുശേഷം കാണിക്കുന്നത് അവർ യാത്ര ചെയ്യുന്നത് പോലെയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നോയ് അവന് ഹെൽമറ്റ് അല്ല കൊടുത്തത്, അതിന് പകരം ഏതോ ഒരു സ്റ്റീൽ പാത്രം കൊണ്ടാണ് കൊടുത്തത്. നോയ് അവിടുന്ന് തീയെ കൊണ്ടുപോകുന്നത് കുറച്ച് പിള്ളേർ നിൽക്കുന്ന സ്ഥലത്താണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവൻ പറയുന്നു, ശരി എന്നാൽ ഞാൻ ഇനി ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന്. അപ്പോൾ അവൻ പറയുന്നു, വേണ്ട ഞാൻ നിന്നെ കൊണ്ടാക്കാന്നല്ലേ പറഞ്ഞത്, എന്തായാലും നിന്നെ ഞാൻ കൊണ്ടാക്കാം, പക്ഷെ നീ കുറച്ച് നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന്. ഈ സമയത്ത് അവിടെ നോയുടെ ഫ്രണ്ട്സ് വരെയാണ്. ഇവർ വന്ന സമയത്താണെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് പോലത്തെ എന്തോ ഗെയിം നടക്കിയിരുന്നു. അപ്പം നോയ് അതുപോലെ നോയുടെ ഫ്രണ്ട്സും കൂടെ നിർബന്ധിച്ച് തീ ആ ഗെയിം കളിക്കാനായിട്ട് ചേർക്കുന്നു. ഫൈറ്റ് ചെയ്യുന്ന ഗെയിം ആയതുകൊണ്ട് അവന് നല്ല പേടിയുണ്ട്. അങ്ങനെ അവൻ പേടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നോയ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നീ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നിൻ്റെ പേടി മാറ്റാനായിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നേന്ന്, എന്തായാലും നീ കളിച്ചു നോക്കുന്നു. എന്നിട്ട് നോയ് ആണെങ്കിൽ അടിക്കാൻ തയ്യാറായിട്ട് അവിടെ നിൽക്കുകയാണ്. തീക്കാണെങ്കിൽ വീണ്ടും വീണ്ടും പേടി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നോയ് വീണ്ടും അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, നീ ഇങ്ങനെ ആരെങ്കിലും അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കരുത്, അവരെ അടിക്കാൻ നോക്കണം, അല്ലാതെ ഇങ്ങനെ നിൽക്കരുത്. അതുമാത്രമല്ല നീ എന്തിന് കരയുന്നത്, നീ പേടിക്കുകയൊന്നും വേണ്ട, പിന്നെ നീ എന്നെ ഒരേ ഒരു അടി അടിച്ചാൽ മതി, നീ ആയിരിക്കും ഈ ഗെയിമിലെ വിന്നറെന്ന്. എന്നിട്ട് ഓമാണെങ്കിൽ ആ ഗെയിമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഗെയിം നടക്കുന്നത് ഒരു സർക്കിളിനുള്ളിലാണ്. ആ സർക്കിളിൻ്റെ പുറത്തേക്ക് ആരാണോ ഓടിപ്പോകുന്നത് അവർ ആ ഗെയിമിൽ ഔട്ടാവുന്നതാണെന്ന്.
പിന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണ്. ആദ്യമൊക്കെ തീ മടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ എന്തോ വരട്ടെന്നും പറഞ്ഞ് നോയുടെ മുഖത്തൊരു അടി കൊടുക്കുന്നുണ്ട്. അടി കൊടുത്തതിന് ശേഷം അവന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അടിച്ചും പോയി, ഇനി ഇവിടെ നിന്ന് അടി ഉറപ്പാണെന്ന് അവനെ അറിയാം. അങ്ങനെ അവനാണെങ്കിൽ നോയോട് സോറിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടം. അങ്ങോട്ട് പോയ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരികയാണ്. കാരണം അവൻ്റെ ബാഗ് എടുക്കാൻ മറന്നുപോയായിരുന്നു. തീ പെട്ടെന്ന് ഓടിച്ചെന്ന് ആ ബാഗ് എടുത്തിട്ട് അതേ സ്പീഡിൽ തിരിച്ചോടുകയാണ്. ഇത് കണ്ടോണ്ട് നിന്ന നോയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവനെ അടിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പം നോയ് പറയുന്നു വേണ്ട, അവൻ പൊയ്ക്കോട്ടെന്ന്. തീയാണെങ്കിൽ വീട്ടിൽ പോയിരുന്ന് ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതേ ഫോഴ്സിൽ അവൻ്റെ മുഖത്ത് കൈകൊണ്ട് ഇടിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് പറയണ് നോയ്ക്ക് അധികം വേദനിച്ച് കാണൂല, അതാണ് അവൻ എന്നെ ഒന്നും ചെയ്യാത്തത്. ഇനി ഒരു പക്ഷെ അവൻ്റെ ഗ്യാങ്ങിനെയും കൊണ്ട് എന്നെ കൊല്ലാനായിട്ട് വരുമോ എന്ന്. എന്നിട്ട് അവൻ കൊല്ലുന്ന രീതി ഒന്ന് ചിന്തിച്ച് നോക്കിയാണ്. അതിൽ കാണിക്കുന്നത് അവൻ സ്വന്തമായിട്ട് കുഴി വെട്ടി അവൻ അതിനകത്ത് നിൽക്കുന്നു. നോയ് അവനെ വെടിവെച്ചിടുന്നത് പോലെയാണ്. അതിനുശേഷം അടുത്ത ദിവസമായതുപോലെയാണ് കാണിക്കുന്നത്. അവൻ കോളേജിൻ്റെ സ്റ്റെപ്പ് വഴി ഇറങ്ങി വരുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്ത് കഴിക്കാമെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ തീയോട് എന്ത് കഴിക്കുന്നതെന്ന് ചോദിക്കാനായിട്ട് ടോങ് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് തീ ആണെങ്കിൽ പേടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ടോങ് പറയുന്നു നീ പേടിക്കൊന്നും വേണ്ട, നീ എന്ത് കഴിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി നിൻ്റെ അടുത്ത് വന്നേണെന്ന്. അപ്പോൾ തീ പറയുന്നു ഞാനൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ല, എനിക്ക് ട്യൂഷനുണ്ട്, ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നെന്ന്. അപ്പോൾ ഇവൻ പോയതിന് ശേഷം ഫാച്ച് ചോദിക്കുകയാണ് ഇവൻ ഇത് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ടീന പറയുന്നു എന്തോടാ അറിയത്തില്ല, എന്തായാലും നീ വാ നമുക്ക് പോയി കഴിക്കാമെന്ന്. എന്നിട്ട് അവർ കഴിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.